ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൻ നജ്മിലെ 31, 32 ആയത്തുകളാണ് പുതിയ പാഠമായി നാം ഇന്ന് പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ പ്രധാനപ്പെട്ടത് സൂചിപ്പിക്കാം. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി. അൽ അർദി ഇതിലെ റാ ദ്വാദ് ഈ രണ്ടക്ഷരങ്ങളെ തഫ്ഖീം ചെയ്യണം. ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മതി. ലിയജ്സിയ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. അല്ലദീന അസാഉ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം, നിർബന്ധമാണ്. അസാഉ. വയജ്സിയ വീണ്ടും വരുന്നു, ജീമിന് സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. الذين أحسنوا بالحسنى بالحسنى പറയരുത്. അലിഫുകളെ എല്ലാം ശ്രദ്ധിക്കുക. തഫ്ഖീമിൽ അലിഫ് തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തെ പിൻപറ്റുന്ന പ്രകാരം തർക്കീഖിലും. അപ്പോൾ ഈ വചനത്തിൽ റാഉം ദ്വാദും മാത്രമാണ് തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ളത്. ബാക്കിയൊക്കെ തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അടുത്ത വചനം അല്ലദീന യജ്തനിബൂന ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക, വ്യക്തമാക്കി ഉച്ചരിക്കുക. കബായിറ ഇതിൽ വരുന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. കബായിറൽ ഇസ്മി ൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അൽ ഇസ്ം വൽ ഫവാഹിഷ വാവ് രണ്ടും ശഫവിയ അക്ഷരങ്ങളാണ്. മഖ്റജ് സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ മഖ്റജിൽ നിന്നും വാവ് 2 ചുണ്ടുകൾ ചേർന്നുകൊണ്ടുള്ള ഉച്ചാരണവും. വൽ ഫവാഹിഷ ഇല്ലൽ ലമം. ലമം എന്നവിടെ വഖഫ് ചെയ്യുമ്പോൾ കൂടുതൽ മണിച്ചുകൊണ്ടുള്ള ശബ്ദം വരരുത്. ഇല്ലൽ ലമം അത്ര മതി. ഇന്ന റബ്ബക നൂൻ മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. വാസിഉൽ മഗ്ഫിറ റാ അതുപോലെ അൽ മഗ്ഫിറ ഇതിലെ ഗൈന റാ ഇതൊക്കെ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. പെരുപ്പിച്ച് പറയണം, തടിപ്പിക്കുക എന്നൊക്കെയാണ് തഫ്ഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുവ അഅലമു ബിക്കും സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകുക. ബിക്കും എന്നതിൽ ഇദ് അൻശഅകും സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ശേഷം പദത്തിൻ്റെ അന്ത്യത്തിലെ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. അൻശഅകും മിനൽ അർദ് വഇദ് അൻതും സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. സാക്കിന മീം ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. വഇദ് അൻതും അജിന്ന നൂൻ മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അജിന്നതുൻ ഫീ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ഫീ ബുതൂനി ഉമ്മഹാതികും മീം മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട മീം മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. എല്ലാ ഉന്നത്തുകളും 2 ഹറക്കത്തിൻ്റെ അളവിലാണ്. മണിക്കലൊക്കെയും 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം മതി. ഫലാ തുസക്കൂ ഈ പദത്തിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. വാവും അംഫുസക്കും എന്ന പദത്തിൽ അടുത്ത പദത്തിൻ്റെ തുടക്കത്തിലെ ഹംസയും ഇങ്ങനെ രണ്ടും വേർപിരിഞ്ഞ് വന്നതാണ് ഇതിന് കാരണം. ഹർഫുൽ മദ് ദീർഘാക്ഷരം ശേഷം ഹംസ ഇവ രണ്ടും വേർപിരിഞ്ഞ് വരിക, അവിടെയാണ് മുൻഫസിലായ ദീർഘമുണ്ടാവുക. അൻഫുസക്കും ഈ പദത്തിലെ സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഹുവ അഅലമു ബിമനിത്തഖാ ഖാഫും അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്തുച്ചരിക്കണം. അലിഫിന് അധികം ദീർഘം കൊടുക്കരുത്.
2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കുക വഖഫ് ചെയ്യുമ്പോൾ. ചേർത്തോതുകയാണെങ്കിലാണ് മുൻഫസിൽ വരുന്നത്. ബിമനിത്തഖാ അഫറഅയ്ത, ആ ഉദ്ദേശത്തിൽ, ആ സൂചനയായിക്കൊണ്ടാണ് അവിടെ ദീർഘത്തിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം വഖഫ് ദീർഘം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യേണ്ടതാണ്. ബിമനിത്തഖാ. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا ويجزي الذين أحسنوا بالحسنى الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى